പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രദേശം നടന്നു കാണുകയാണ്. ഏതാണ്ട് 10:35 മുതലാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് യഥാർത്ഥ പദ്ധതി പ്രദേശത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം അവിടെ പദ്ധതി പ്രദേശം നടന്നു കാണുകയാണ്. കമ്മീഷനിങ്ങിന് മുമ്പ് ആ പദ്ധതി പ്രദേശം മുഴുവൻ കാണും. അവിടുത്തെ ക്രെയിനുകളുടെ പ്രവർത്തനം, ആ പദ്ധതി പ്രദേശത്തെ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കും. ഉദ്യോഗസ്ഥരും തുറമുഖ കമ്പനിയുടെ അധികൃതരും അദ്ദേഹത്തിന് ആ പദ്ധതി പ്രദേശത്തെ കാര്യങ്ങളും പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു കൊടുക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതിനുശേഷമാണ് MSCയുടെ ആ വലിയ കപ്പൽ പ്രധാനമന്ത്രി തുറമുഖത്ത് സ്വീകരിക്കുന്നത്. 11 മണിക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടന വേദിയിലെത്തും. 11:05 മുതൽ 11:10 വരെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ 45 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗം അവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ഇത്തവണ കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് കേരളത്തിൻ്റെ ആംഗിളിൽ. കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെയിൽ റോഡ് കണക്ടിവിറ്റി അക്കാര്യത്തിൽ ചില പ്രഖ്യാപനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു പക്ഷേ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുമോ? കൂടുതൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിർണായക പ്രഖ്യാപനങ്ങൾ, കേരളത്തിനുള്ള പ്രഖ്യാപനങ്ങൾ ഈ പ്രസംഗത്തിൽ ഉണ്ടാകുമോ? വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോട് ഇതുവരെ പോസിറ്റീവായി കേന്ദ്രം പ്രതികരിച്ചിട്ടില്ല. അതിലെന്തെങ്കിലും കൂടുതൽ പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 45 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയും എന്നതുകൂടി നോക്കേണ്ടതുണ്ട്. പദ്ധതി പ്രദേശം അദ്ദേഹം ഇപ്പോൾ കാണുകയാണ്, നടന്നു കാണുകയാണ്. ഉദ്യോഗസ്ഥരും തുറമുഖ അധികൃതരും മുഖ്യമന്ത്രിയുമൊക്കെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം വേദിയിലേക്ക് വരുന്നത്. ഞാൻ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് വിഴിഞ്ഞം എന്നത്. ആ ദിവസമാണ് ഇന്ന്. ആ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. അത് പൂർണ്ണമായും അതിൻ്റെ കമ്മീഷനിങ്ങിലേക്ക് ആ പദ്ധതി കടക്കുമ്പോൾ നമ്മൾ എത്രയോ പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, പതിറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, പല വേദികളിൽ നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ വലിയൊരു ആവശ്യമായിരുന്നു വിഴിഞ്ഞം എന്നത്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം കേരളത്തിൻ്റെ തന്നെയല്ല, ഇന്ത്യയുടെ വികസന കവാടമായി മാറുകയാണ്. അതിൻ്റെ സൂചനകൾ തന്നെയാണ് ആദ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ വന്ന കഴിഞ്ഞ വർഷം അവസാനം മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന 2025 മെയ് 2 വരെയുള്ള കാലം പരിശോധിക്കുമ്പോൾ ആഗോളതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികൾ അവരുടെ യാത്രാ പദ്ധതിയിൽ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുബായും കൊളംബോയും ഒക്കെ ആയിരുന്നു അവരുടെ സ്ഥിരം യാത്രാ പദ്ധതിയിലെ തുറമുഖങ്ങളെങ്കിൽ അങ്ങനെ അതിനപ്പുറത്തേക്കുള്ള പരിഗണന എന്തുകൊണ്ടും വിഴിഞ്ഞത്തിന് നൽകാമെന്നത് ഈ വലിയ കമ്പനികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അവിടെ സ്വീകരിക്കുന്ന MSC എന്ന കമ്പനിയുടെ കപ്പൽ, ആ കമ്പനിയുടെ കപ്പൽ ഇതിനോടകം അവിടെ വന്നിട്ടുണ്ട്, നേരത്തെയും വന്നിട്ടുണ്ട്. അങ്ങനെ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട മുഴുവൻ കപ്പൽ കമ്പനികളും അവരുടെ യാത്രയുടെ ഭാഗമായി, അത് വിഴിഞ്ഞം എന്നത് അവരുടെ യാത്രാ പദ്ധതിയുടെ ഭാഗമായി വന്നിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള മാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞം എന്നത് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് മാറുകയും ചെയ്തു. അതുതന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത്, നമ്മൾ പ്രതീക്ഷിച്ചതും. നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിനപ്പുറത്തേക്കുള്ള റിസൾട്ടാണ് വിഴിഞ്ഞം ഈ നാളുകളിൽ കേരളത്തിനും ഇന്ത്യക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേരളം ഇന്ത്യക്ക് നൽകുന്ന ഒരു സമ്മാനം, ഒരു സംഭാവനയായി വിഴിഞ്ഞം തുറമുഖം മാറുകയാണ്. അങ്ങനെ കണ്ടെയ്നർ കപ്പലുകളുടെ സ്ഥിരം യാത്രാ പരിധിയിൽ, യാത്രാ വേദിയായി, അതിൻ്റെ തുറമുഖമായി, വലിയ കമ്പനികളുടെ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. അത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അവിടുത്തെ അതിനുശേഷം അവിടെ നമ്മൾ വികസിപ്പിച്ചെടുത്ത അവിടുത്തെ വികസന സാധ്യതകൾ ഒക്കെ ഇതിന് അനുബന്ധമായി തന്നെ പറയേണ്ടതുണ്ട്. അവിടേക്ക് ഇനി റെയിൽ റോഡ് കണക്ടിവിറ്റി അത് പൂർണ്ണതോതിൽ നടപ്പാക്കേണ്ടതുണ്ട്. അതിൻ്റെ ജോലികളിലേക്ക് തുറമുഖ കമ്പനി കടന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ എന്താണ് കേന്ദ്ര സർക്കാർ ഇന്ന് പറയാൻ പോകുന്നത്? പ്രധാനമന്ത്രി ആ വിഷയത്തിലൊക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ നിർണായക അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന വിഴിഞ്ഞം പദ്ധതി, നമ്മളുടെ വികസന സ്വപ്നങ്ങളിൽ എക്കാലവും പൂത്തുലഞ്ഞു നിന്ന വിഴിഞ്ഞം പദ്ധതി, അത് കമ്മീഷനിങ്ങിൻ്റെ ആ മിനിറ്റുകളിലേക്ക്, ആ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്.
ഓക്കെ, എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പനിമിഷത്തിനകം 11 മണിയാവുമ്പോൾ വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. പ്രേക്ഷകർ, നാട്ടുകാരും ജനങ്ങളും ഇന്ത്യയും ഒക്കെ കാത്തിരുന്നത് പോലെ ആ സ്വപ്ന നിമിഷം ഉണ്ടാകാൻ പോകുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യപ്പെടാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ചെറിയ അലോസരങ്ങളും ചെറിയ ചെറിയ വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. എന്നാൽ ആ വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്ന് പറഞ്ഞാൽ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിടയിൽ ഒരു പ്രേക്ഷകൻ എഴുതുന്നു, വിഴിഞ്ഞത്തിൻ്റെ പിതാവ് ആരാണെന്നറിയാൻ എൻ്റെ DNA പരിശോധിക്കാൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് അയക്കണം. അങ്ങനെയുള്ള പരിഹാസങ്ങളൊക്കെ ഉണ്ടാകാൻ മാത്രമേ ഇതിന് കാരണമുള്ളൂ. എന്തായാലും കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. ഇന്ത്യക്ക് വികസനത്തിൻ്റെ കുതിപ്പുണ്ടാക്കാൻ പറ്റുന്ന പദ്ധതിയാണ്. ലോകത്തിലേക്ക് ഇന്ത്യ തുറക്കുന്ന ഒരു വാതായനമാണ് വിഴിഞ്ഞം എന്ന കാര്യത്തിൽ സംശയമില്ല. പടുകൂറ്റൻ മദർഷിപ്പുകൾ തീരമണയുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാം. നമ്മുടെ ഈ കൊച്ചു നാട്ടിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വലിയൊരു പദ്ധതി വന്നിരിക്കുന്നു. ആ പദ്ധതി കമ്മീഷനിങ് ആയി എന്നൊക്കെ. ഇനി അതിനൊക്കെ കാത്തിരിക്കാൻ വളരെ കുറച്ച് സമയമുള്ളൂ. ഒരുപാട് ജനങ്ങൾ വിഴിഞ്ഞം, കാട്ടാക്കട, കോവളം ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ സ്വപ്ന നിമിഷത്തിൻ്റെ സാക്ഷിയാകാനൊക്കെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ജനപ്രവാഹം തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞ് മനോഹരമായി അലങ്കരിച്ച വേദിയിലാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിക്കുക, കമ്മീഷനിങ് നടക്കുക. 10-17 ആളുകൾ വേദിയിലുണ്ടാകും. അതിലൊരാളുടെ കസേര ഒഴിഞ്ഞു കിടക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. VD സതീശൻ ചടങ്ങിന് എത്തുന്നില്ല. എന്നാൽ മറ്റുള്ളവരൊക്കെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മിക്ക മന്ത്രിമാരും ചടങ്ങിനുണ്ടാകും. MP, MLA തുടങ്ങിയ ആളുകളൊക്കെ വേദിയിൽ ഉണ്ടാകും. അപ്പോൾ പ്രധാനമന്ത്രിയും അതുപോലെ തുറമുഖ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രമേ ഈ വേദിയിൽ സംസാരിക്കുന്നുള്ളൂ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.